ഹലോ എവരിവൻ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീൻസ് ഉരുളക്കിഴങ്ങും കൂടി ഒരു മെഴുക്കുവരട്ടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തി, പരാഠ, നോർമൽ റൈസിന് കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും അധികം 250 ഗ്രാം ഞാൻ ഇതുപോലെ ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി തലയും വാലുമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കി നമുക്ക് മുറിച്ച് വെക്കണം. പിന്നെ 2 സവാള നീളനെ അരിഞ്ഞ് വെക്കുക. 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി അധികം ക്വാണ്ടിറ്റിയിൽ വേണേ. ഒരു തവി എണ്ണയുടെ അത്രയും വേണം. നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഇച്ചിരി എണ്ണ അധികം വേണം മുന്നിട്ട് വയ്ക്കാനായിട്ട്. എന്നാലേ കഴിക്കാനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം നമ്മൾ ഈ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, പച്ചമുളക്, സവാള, കരിയാപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. നന്നായി ഒരു ചെറുതായിട്ടും സോഫ്റ്റായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസും ഉരുളക്കിഴങ്ങും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ബീൻസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതിനകത്ത് ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് അടച്ച് നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിച്ച് കരിയുവാൻ ചാൻസ് കൂടുതലാണ്. സവാളയൊക്കെ പെട്ടെന്ന് തന്നെ അടിക്കൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിനി അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഒത്തിരി ഫാൻസി ഒന്നുമല്ല, നമ്മളെന്നും റൂട്ടീനിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ നോർമൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നെ നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. ഇനി ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. മസാലയൊന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഒത്തിരി അടുക്കി പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കരിയുന്നുണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എല്ലാവരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിന് ഇതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് തുറന്ന് ഇതുപോലെ ഇടയ്ക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമുക്ക് നോക്കണം കേട്ടോ, ഉരുളക്കിഴങ്ങ് നമ്മുടെ വെന്തോ പാകത്തിനൊക്കെ ആയോ ഇല്ലയോ. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് തുറന്നതിന് വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്കത് ചെയ്യണം. അങ്ങനെ ചെയ്യണം കേട്ടോ. എപ്പോഴും തുറന്ന് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വഴണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ധൃതിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരത്തില്ല. ഒരു വെള്ളം ചവയ്ക്കുന്ന കൂട്ട് വരും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വഴണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീൻസും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.